ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ മുണ്ണൻ മകൻ അല്ല സോറി ശശി ഫാമിലിയിലെ ശശി മകൻ മുണ്ണൻ എഴുതിയ പരാതി നമ്മുടെ മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഒരു കോപ്പിയാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ്. അപ്പോൾ ആ കോപ്പിയിൽ മുഖ്യമന്ത്രി ഉടനെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയുന്നതിന് ശശി മകൻ ശശി ഫാമിലിയിൽ മുണ്ണൻ എഴുതുന്ന പരാതി സമർപ്പിക്കുന്ന പരാതി കേട്ടോ. വിജിരാജിന് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. വിജിരാജ് അഞ്ചൽ എന്ന യൂട്യൂബറിൻ്റെ ഫാമിലിയെ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞു ചെറുത്താത്തയുടെ ചാനൽ. പിന്നെ എയറിലാണ് എയറിൽ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം മറന്നു കേട്ടോ. അളിയാന്ന് വിളിച്ചു. പിന്നെ അളിയനാണല്ലോ പെട്ടെന്ന് ഇതൊക്കെ. എൻ്റെ ശശി ഫാമിലിയിലെ എൻ്റെ പെണ്ണും പിള്ളയെ അടുത്ത വീട്ടിലെ രാത്രിയിൽ സ്വകാര്യ കർമ്മങ്ങൾ നടത്താൻ വന്നതിന് കയറിയതും വിജിരാജ് സ്വകാര്യ കർമ്മങ്ങൾ നടത്താൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വിജിരാജ് പറഞ്ഞു എന്നും തുടർന്ന് സത്യത്തിൽ അത് അങ്ങനെ അല്ല വന്നതെന്നാണ് പറയുന്നത്. രാത്രിയിൽ ഗോജപം ചെല്ലിപ്പിക്കാൻ വേണ്ടിയാണ് ആ വീട്ടിൽ വന്നത്. അതുകൊണ്ട് എന്താ പറയുക, പിറ്റേ ദിവസം തന്നെ എൻ്റെ അച്ഛൻ ശശി CCTV വെച്ചതുമാണ്. ഒരിക്കലും കുൽസിത പ്രവൃത്തിക്കല്ല വന്നത് എന്നും പിന്നെ സത്യത്തിൽ അദ്ദേഹം രാത്രിയിൽ ഗോജപം ചൊല്ലി പഠിപ്പിക്കാനാണ് വന്നത്. ഇനി ഗോനമം രാത്രി പഠിക്കാതെ ഇരിക്കാൻ എൻ്റെ തന്ത ശശി പിറ്റേന്ന് തന്നെ CCTV വെച്ചതുമാണ്. അതുകൊണ്ട് തന്നെ വിജിരാജഞ്ചൽ എന്ന യൂട്യൂബറെ പരമാവധി ശിക്ഷയായ തൂക്കിക്കൊല്ലാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യാജ പരാതികൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും കളക്ടർ ഓഫീസിലും വനിതാ കമ്മീഷനിലും ഇത് റെയിൽവേ സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റേഷനും പിന്നെ റേഷൻ കടയിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന യൂട്യൂബറെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എടാ നാറി, നിൻ്റെ തന്തയല്ലടാ ശരിക്കും ശശി, നീയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പം കത്ത് കിട്ടി, മറുപടിയും കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മുഖ്യമന്ത്രിയുടെ മറുപടി വായിക്കുകയാണ്. എടാ നാറി, നിൻ്റെ തന്തയല്ലടാ, നീയാണ് ശശി. ഇനി ഇവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഇത് പറയുന്നുണ്ട്, എല്ലില്ലാത്ത നാക്കും കൊണ്ട് എന്തും വിളിച്ച് പറയാന്ന്. കഴിഞ്ഞ കുറേ നാൾ കൊണ്ട് നീ എത്ര ഫാമിലിയുടെ കാര്യമാണ് എല്ലില്ലാത്ത നാക്കും കൊണ്ട് വിളിച്ച് പറഞ്ഞത്. ഇപ്പം ചില സത്യങ്ങളൊക്കെ വെളി വന്നപ്പോൾ നോവുന്നുണ്ടോടാ. പിന്നെ നിൻ്റെ പെണ്ണുമ്പിള്ള എന്നെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു. വരുന്നില്ല, അതിപ്പം വന്നു കഴിഞ്ഞാൽ നാറത്തില്ലേ, നാറൂ. അപ്പോൾ ആ ഒരു ഭയമൊക്കെ നല്ലതാണ്. നിൻ്റെ പെണ്ണും പിള്ളയോ നിൻ്റെ അമ്മയോ വരില്ല. പിന്നെ നീ കൊണ്ടുവന്ന് അടിക്കുമെന്ന് പറയുന്നത്, നിൻ്റെ പെണ്ണും പിള്ളയ്ക്കുള്ള അടി എന്താണെന്ന് ഇപ്പം നാട്ടുകാരവിടെ പറയുന്നുണ്ട്. നാട്ടിൽ മൊത്തം പാട്ടല്ലേ നിൻ്റെ പെണ്ണും പിള്ളയുടെ അടി. അപ്പോൾ ഞാൻ ആ കേസ് എടുക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അടിക്ക്, ഞാൻ അടിക്കത്തില്ല കേട്ടോ. പിന്നെ നീ പറയുന്നു ഇതൊന്നും ഉള്ളയല്ല എന്ന്. എങ്കിൽ പിന്നെ നീ എന്തിനാടാ ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിൻ്റെ തന്ത ശശി, നീ ചെയ്യില്ല, നീ ഉള്ള പൈസ മൊത്തം ദുബായിൽ കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കുമെന്നറിയാം. അപ്പം നിൻ്റെ തന്ത ശശി നിൻ്റെ തള്ളയെ സംശയിച്ചിട്ടല്ലല്ലോ അവിടെ CCTV വെച്ചത്. കണ്ട വാതിലിൽ മൊത്തം CCTV വെച്ചത് നിൻ്റെ തള്ളയെ പേടിച്ചിട്ടല്ലല്ലോ, എൻ്റെ പെണ്ണുപിള്ള കാണിച്ചു തന്നെയല്ലേ. അപ്പം വെളുപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇതിനൊക്കെ ഇത് പറയണത്. അപ്പം സംശയരോഗിയായ നീ കഴിഞ്ഞ ദിവസം നിൻ്റെ പെണ്ണുമ്പിള്ളയെ വിളിച്ച് ചൂടായ കാര്യം വരെ ഇവിടെ അറിയാം. അത്ര തന്നെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നീ അവരെ സംശയം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്? എന്താ കണ്ടില്ലേ? ഈ മോളെ കൊടുക്കണ്ടേ കേസ് എന്ന് പറഞ്ഞത്. പിന്നെ നീ പറഞ്ഞു നാട്ടിൽ നീ വരുന്നുണ്ടെന്ന്. നിന്നെ നാട്ടിൽ വരുത്താൻ വേണ്ടിയാണ്
നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. നീ വരണം, നിന്നെ കാത്ത് കുറേ ആൾക്കാരും ഞാനും ഇരിക്കുകയാണ്. എൻ്റെ തട്ടകത്തിൽ നിന്നെ കിട്ടണം. നിൻ്റെ തട്ടകത്തിലല്ല, എൻ്റെ തട്ടകത്തിൽ നിന്നെ കിട്ടണം. അതിനു വേണ്ടി തന്നെയാണ്. പിന്നെ കൊട്ടേഷൻ സംഘത്തെ പറ്റിയൊക്കെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നീ ഇത്രയും വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് താത്ത എന്താണ് മൈൻഡ് ചെയ്യാൻ? നീ ഒന്നുമില്ല, അവർ AC-യുടെ വെള്ളം സ്വന്തം പാൻറ്റിൽ കൂടെ ഒഴിക്കുന്ന ആ സ്ത്രീയല്ലേ, ആ തിരച്ചിയല്ലേ? അപ്പോൾ തിരച്ചി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവർക്കറിയാം ഇതിൻ്റെ സത്യം. ഇത് മാത്രമല്ല, നിങ്ങളെ നേരത്തെ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ ഇതേ കണക്ക് വലിയ ആളൊക്കെ ആയിട്ട് ഒരു ആൻറ്റിയെ പരിചയപ്പെട്ട ഓർമ്മയുണ്ടോ? ആ ആൻറ്റിയും കൊണ്ട് ഒരു കാറിൽ പോയിട്ട് നാട്ടുകാർ പിടിച്ച് ഇടിച്ച ഓർമ്മയുണ്ടോ? കാറിൽ കയറി ഇരുന്ന് കുളിച്ചത് പ്രവൃത്തികൾ കാണിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഇതെല്ലാം നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നു പെൺപിള്ളേരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവൻ ഏത് പെണ്ണുങ്ങളെ കണ്ടാലും മോളെ എന്ന് വിളിക്കും. എന്നിട്ട് അവൻ്റെ കുൽസിത പ്രവൃത്തികൾ തുടങ്ങിയിട്ട് ഈ കാറിൽ കൊണ്ടുപോവുക, ഇവൻ നാട്ടിൽ വന്നവൻ്റെ കാറിൽ കൊണ്ടുപോവുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ ഇവൻ വിളിക്കുന്നിടത്ത് വന്നില്ലെങ്കിൽ തിരച്ചി ഈ പെണ്ണുങ്ങളെ പറ്റി അസഭ്യം പറയും. ഇതിൽ നിങ്ങൾക്കറിയാം, പല ഇഷ്യൂവിലും ഈ കണ്ണൻ ഇൻവോൾവാണ്. ഈ തിരച്ചുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂവിലും ഈ കണ്ണൻ എന്ന് പറയുന്ന മൊണ്ണൻ ഇൻവോൾവാണ്. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പം മൊണ്ണമോനെ, നിന്നെ എൻ്റെ തട്ടകത്തിൽ കിട്ടണം. പിന്നെ താത്തയായാലും പൂച്ചയായാലും എലിയായാലും ഇവിടെ വന്നും കൂടെ ഒന്ന് മുള്ളാൻ പറ. ഇവിടെയും വരുമ്പോൾ AC-യുടെ വെള്ളം കാലിൽ കൂടെ ഒഴിക്കാൻ പറ. അപ്പം നിന്നെ ഞാൻ ചൊറിയുന്നതാണ്. നീ വരണം, നിന്നെ വരുത്താനാണ്. നീ ധൈര്യമായിട്ട് വേണം. ആവശ്യമില്ലാതെ അനാവശ്യമായി ഇനി നീ ആലോചിക്കണം, അന്യൻ്റെ ഫാമിലി കയറി കളിക്കുമ്പോൾ അവനവനെ നോവുന്നുള്ള കാര്യം. സോ ഞാൻ ഇതൊരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇവൻ എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ മാതാവിനും ഒക്കെ ഇഷ്ടം പോലെ പറഞ്ഞു. ഒരു പരിധിവരെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാനിവിടെ തിരിച്ചു പറഞ്ഞു. ഇനി ശേഷം ഇവൻ ഞാനും എൻ്റെ പെങ്ങളും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ വീടിനെ പറ്റി ഇവൻ വളരെ മോശമായിട്ട് പറയുന്നു. അവനവൻ്റെ അധ്വാനത്തിലും കുടുംബത്തിലും കയറി മറ്റുള്ളവർ കൈ വെക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും. അങ്ങനെ തന്നെ നമ്മുടെ യൂട്യൂബറിലെ വേറൊരാളെ ചൊറിഞ്ഞു. ആ യൂട്യൂബർ എൻ്റെ ഫാമിലി ഇവൻ്റെ വീടിന് ചുറ്റുമുണ്ട്. അതിലൊരാൾ ഇവൻ്റെ ഭാര്യയുടെ സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വിളിച്ചിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നീ ഇടികാരൻ, വലിയ ഇടികാര, നാട്ടിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഇടിയൊന്നും പോരേടാ, നിനക്ക് ഇനി ഇവിടെ വന്ന് വാങ്ങണം. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം മൊണ്ണമ്മോന് എന്താ പറഞ്ഞ് ഇനി ആരെയൊക്കെ, ഇവൻ ലോക മൊണ്ണനാന്ന് മാത്രമല്ല, ഇവനൊരു ബഫൂണാണ്, ലോക ബഫൂൺ. ഇവൻ നാട്ടിലും ബഫൂണാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇവനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നാട്ടിലും ബഫൂണാണ്. ഇവന് ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ പെണ്ണും പിള്ളയും അമ്മയൊക്കെ ചീത്ത വിളിക്കുകയും ആകെ, അതൊരു ലേഡി യൂട്യൂബറാണ്, വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ വാർത്തയും കാര്യങ്ങളൊന്നും ആയില്ല. ഈ പറയുമാതിരി സീൻ പിടിക്കാൻ പോകുന്നൊരു ഇതാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസുണ്ട്. പിന്നെ മോൻ നാട്ടിൽ വന്നാൽ തിരിച്ചു പോകുന്നില്ല, നീ ക്യാൻസൽ അടിച്ച് വന്നാൽ മതി. നീ പറഞ്ഞ കണക്ക് തന്നെ ക്യാൻസൽ അടിച്ച് വന്നാൽ മതി. അല്ലെങ്കിലും നീ ഇനി അവിടെ നിൽക്കില്ല, നിനക്ക് നിൽക്കാനുള്ള നിന്നെ അവിടെ നിർത്തില്ല. അതിനുള്ള പണിയും കൂടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ണമ്മോൻ്റെ തള്ള് ഇനി ഇത് നടക്കട്ടെ. എല്ലിന് നാക്കില്ലാത്ത ഒരു സ്ത്രീക്കൊപ്പം ഇരുന്ന് തന്തയില്ലായ്മ പറയുമ്പോൾ അവനവൻ്റെ കുടുംബം നന്നായിരിക്കണം, നല്ലതായിരിക്കണം. അതെനിക്ക് പറയാനുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മളാരും മറ്റുള്ളവരുടെ കുടുംബത്തിൽ പോയി ചൊറിയാറില്ല, വന്നാൽ വിടാറുമില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് മൊണ്ണമ്മോന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. ശശി ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോയും കൂടെ സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.